പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സ്നേഹവന്ദനം. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശവും ഓഹരിയുമാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുരത്വം നിങ്ങളെ തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാരപഥങ്ങളിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം, അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെയായാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കൾ അവരുടെ കഴിവ് കൊണ്ട് ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാവത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആര് സഹായിക്കും, എങ്ങനെ സഹായിക്കുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുമ്പോൾ സങ്കീർത്തകനോട് പറയുന്ന മറുപടി ഇതാണ്: നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടിയങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ, എല്ലാ മേഖലകളിലും കർത്താവെ, ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും പവറിലും ശക്തിയിൽ പ്രവർത്തിക്കുന്നവർ,
അവരെല്ലാം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്ത് തന്നെയായാലും അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ, എന്തിനെല്ലാം കൂടുന്നുവോ, ആരെല്ലാം ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നുവോ, എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ സംരംഭങ്ങൾ, ആലോചനകൾ, ചിന്തകൾ, സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും അവിടുത്തെ വിശുദ്ധമായ രഥത്താൽ മുദ്ര വെക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവ്, നിന്നിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം, അധിക ബലം ലഭിക്കാൻ ഇടകൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വേലയും കൂലിയുമില്ലാതെ, ജോലിയും തൊഴിലുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ പോകുന്നവർ, വാങ്ങാൻ പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻറ്റിലും കോൺട്രാക്റ്റിലും ഏർപ്പെട്ടിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞു പോകുമെന്നോട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ, കർത്താവ് അവരെല്ലാം ആശുപത്രി കിടക്കുന്നവർ, ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർ, അവരുടെ കൂടെ കർത്താവ് അവർക്ക് വേണ്ടി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവർ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, കർത്താവ് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ, കർത്താവ് അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥനയെ നീ പരിരംഭണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ, നിൻ്റെ യോഗ്യതയേക്കാൾ വലിയ കർത്താവിൻ്റെ വിശുദ്ധമായ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിനത്തിൽ നിൻ്റെ കൂടെ കർത്താവ് കൂടെ ഉണ്ടാവുകയും നിനക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യാൻ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കുന്നത് മനുഷ്യൻ എക്കാലങ്ങളിലും സഹായം മനുഷ്യരോട് ചോദിക്കും. പിന്നെ ചില സഹായങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണത്. ഇസ്രായേൽ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം സങ്കീർത്തനം 121:1 വായിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇസ്രായേലിന്റെ അനുഭവം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സഹായിക്കേണ്ടതും എല്ലാ സഹായം മുട്ടിപ്പോകുമ്പോഴും നിലനിൽക്കുന്ന സഹായം കർത്താവിന്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഇത് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റ് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹായം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ആരും സഹായിക്കാനില്ലെന്ന് വരുമ്പോൾ എനിക്ക് സഹായം, അതായത് ചില സമയത്ത് മെത്രാനാണെന്ന് പറഞ്ഞാൽ പോലും സഹായം കിട്ടത്തില്ല. സ്വന്തം കുടുംബത്തിലുള്ളവരും കൂട്ടത്തിലുള്ളവരും തന്നെ ചിലപ്പോഴും നമുക്ക് സഹായം നിഷേധിക്കും. അത് ഒത്തിരി അനുഭവിച്ചവരാണ് ഈ യഹൂദന്മാർ. ഈ മൽപ്പാനും ഗവർണർക്കും ആ സമയത്ത് ഈ സന്ധ്യയ്ക്ക് റിജക്റ്റായി കഴിയുമ്പോൾ, അവിടെ നിന്ന് റിജക്റ്റായി ഭക്ഷണം കിട്ടത്തില്ല, കിടക്കാൻ ഇടം കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ പറങ്കി, എന്നാൽ എപ്പോഴും ഇവർ വൈരാഗ്യത്തിൽ കണ്ടിരുന്ന ഒരാളാണ് കൂട്ടാണ് പറങ്കി. ഒരു പറങ്കി അവിടെ വരും. അച്ഛന്മാരിവിടെ പോകുന്നു, എന്തിന് പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം പറയും. അപ്പോൾ എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഇടമുണ്ട്, വന്ന് താമസിക്കാൻ പറയും. അപ്പം അതുകൊണ്ട് എല്ലാ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവരെ സഹായിക്കും, ഇവർ സഹായിക്കും നമ്മൾ കരുതി, അവർ നമ്മൾ സഹായിക്കും നമ്മൾ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് സഹായം കർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മളെ ഈ 2 രാജാക്കന്മാർ 6:27 2 രാജാക്കന്മാർ 6:27 വലിയ ഒരു സംഭവമുണ്ട്. ഇസ്രായേലിൽ പക്ക പട്ടിണി. അപ്പോൾ മനുഷ്യർ തമ്മിൽ തന്നെത്താൻ കുഞ്ഞുങ്ങളെ പുഴുങ്ങിത്തിരുന്ന കാലം. അങ്ങനെ ഒരു കാലം നമുക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷേ ഇസ്രായേൽ അനുഭവിച്ചതാണത്. അപ്പോൾ ഒരുത്തൻ വന്ന് പറയും, രാജാവ് കോട്ടമേൽ നടക്കിയിരുന്ന് ചാക്കുടുത്തുകൊണ്ട്, രാജാവ് പോലും ചാക്കുടുക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് പറയും, കർത്താവെ സഹായിക്കണമെന്ന് പറയും രാജാവേ. അപ്പോൾ ഇസ്രായേൽ രാജാവ് കോട്ടയമേൽ താഴേക്കുള്ള മനുഷ്യനോട് പറയും, അത് 2 രാജാക്കന്മാർ 6:27 നിങ്ങൾ വായിക്കണം. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറയും. പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും. ഈ പട്ടിണി മുഴുപ്പട്ടിണിയായിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ
പെരുമ്പാമ്പിനെപ്പുറത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനം തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിസ്സഹായമായി നിൽക്കുന്ന സമയത്ത് രാജാവ് നിസ്സഹായനായിട്ട് ഇങ്ങനെ ഈ പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയാണ്. അപ്പം അതൊക്കെ രാജാവിൻ്റെ പടനായകനാണല്ല പിന്നെ പട നയിക്കണത്, അയാളെ ചാരുകയാണ്. അങ്ങനെ അപ്പോൾ മനുഷ്യന്മാരെ ആശ്രയിക്കരുതെന്ന് ബൈബിൾ പറയത്തില്ലേ? രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യർ അഭയം തേടരുതെന്ന്. 118 സങ്കീർത്തനം 8 എന്താ പറയുന്നറിയാവാ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതൊക്കെ ഇസ്രായേൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതായത് ഈ 2 രാജാക്കന്മാർ 7:2 ജനം പട്ടിണിയായി കഴിയുമ്പോൾ രാജാവ് പോലും തളർന്നു പോകും. എന്നിട്ട് രാജാവ് പടനായകൻ്റെ മേൽ ചാരി നിൽക്കുമ്പോൾ അവിടെ എലീഷ വരും. എലീഷ ഈ ദാരുണമായ കാഴ്ച കാണും. കാര്യം എന്താണ്? ഇസ്രായേലിൻ്റെ രാജാവ് പടനായകൻ അവിടെ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ആളല്ല, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള രാജാവിനാണ്. അഭിഷേകം ഉള്ളവൻ പോലും ആത്മാവ് തളർന്ന് പടനായകനെ ചാരി നിൽക്കുകയും രാജാവ് പോലും തന്നെ ചാരി നിൽക്കുന്നതിൻ്റെ ഗർവിലും അഹങ്കാരത്തിലും അയാൾ നിൽക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം താളം തളർന്നു പോയാലും ഒരിക്കലും ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ചാരരുത്. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിൽ 8ാമത്തെ വാക്യം വായിക്കണത്. എന്താണ്? നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന്. ഇത് രാജാവിൻ്റെ അവസ്ഥ ഇതാണെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എലീഷയിൽ പ്രവർത്തിച്ചിട്ട് എലീഷ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനം നീ കേൾക്കണം. ഇപ്പോഴേ എന്താ കർത്താവ് അരുളി ചെയ്യുന്നു? അതായത് കർത്താവ് അരുളി ചെയ്യുന്നു, നാളെ ഒരളവ് നേരിയ മാവിന് 1 ഷെക്കൽ മാത്രം കൊടുത്താൽ കിട്ടുന്ന സമയമാണ് നാളെ. അതുപോലെ തന്നെ 2 അളവ് ഗോതമ്പിന് 1 ഷെക്കൽ കൊടുത്താൽ കിട്ടും. എന്ന് വെച്ചാൽ ആർക്കും വാങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അഭിവൃദ്ധി വരാൻ പോണെന്ന് പറയുമ്പോൾ ഈ ഗർവ് രാജാവ് ചാരി നിൽക്കണം. പടനായകൻ ചോദിക്കും, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാത് തുറന്നാലും ഇത് സംഭവിക്കുമോ എന്ന് ചോദിക്കും. അതൊരു ഒരു ആക്ഷേപം പോലെ പറയണത്. അപ്പോഴുടനെ എലീഷ പറയും, അത് സംഭവിക്കും, പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവത്തില്ലെന്ന് പറയും. അത് എന്തൊരു വർത്തമാനമാണെന്ന് പറയാം. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ കർത്താവ് സമറിയയുടെ പാളയത്തിൽ കുതിരകളുടെ പോർക്കുതിരകളുടെ മൂളിച്ചകൾ കൊടുങ്കാറ്റ് പോലെ വിരമ്പം കേൾപ്പിക്കും. അതായത് അതോട് സമറിയയിൽ പാളയത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ജീവനും കൊണ്ട് ഓടി വരുമ്പോഴായിരിക്കും ഈ പടനായകൻ ഓടി ഈ കവാടത്തിലേക്ക് ചെല്ലുകയും സമറിയയുടെ അകത്തുനിന്ന് കോട്ടയിൽ നിന്ന് അകത്ത് വരുന്ന മനുഷ്യരെല്ലാം ഇവിടെ തള്ളിമറിച്ചിട്ട് കുതിരയും 10,000 മനുഷ്യർ ഇയാൾ ചവിട്ടിപ്പോവും. അയാൾ അവിടെ കിടന്ന് ചതഞ്ഞ് മരിക്കും. പക്ഷേ ഏലിയ പറഞ്ഞ പോലെ 1 ഷെക്കലിന് 1 നേരിയ മാവ് ജനങ്ങൾ കൊണ്ടുപോകും ഇസ്രായേൽക്കാർ. അതാ പറഞ്ഞത്, അത് നടക്കും, പക്ഷേ അത് കാണാൻ നീ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് സഹായം കർത്താവിലാണ്. ആരെയും ചാരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി എടുത്ത് പപ്പടച്ചെടുത്തി ഈ ഭർത്താവിൻ്റെ അവർക്ക് ആന്തരികമായ ബോധ്യം കിട്ടി, കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടും. ഇതാണ് ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യും, അത് മുളയെടുക്കണം നീ അറിയണില്ല എന്ന് പറഞ്ഞില്ല ഐസയ്യാ 43:18. അപ്പോൾ അവർക്കറിയാം കർത്താവ് ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു മുന്നറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ സമ്മതിക്കത്തില്ല. അതാ കാര്യം. ഓരോ ദിവസം ചെല്ലുമ്പോൾ മനുഷ്യൻ നെഞ്ചുവേദന കൂടുന്നു. അതേസമയം തന്നെ ഡോക്ടറെ അടുത്ത് അവിടെ ചെല്ലുമ്പോൾ മുമ്പത്തെ പോലെ ക്രിയാറ്റിന് മാറ്റമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ക്രിയാറ്റിൻ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല, പ്രഷർ കൂടുതലാണ്, ഈ പ്രഷർ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ നടക്കത്തില്ല. അപ്പോഴും ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ എന്ന് പറയുകയും അതേസമയം തന്നെ ഈ ആദ്യത്തെ കിഡ്നി മാറ്റിയാൽ 3 ലക്ഷം രൂപ കടവിരിക്കുകയും മറ്റുള്ള കാര്യത്തിൽ എന്തുമാത്രം കട എവിടെ നിന്ന് മേടിക്കുമെന്ന് അറിയാൻ പാടാതിരിക്കുകയും ഇവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിൽ തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാക്കോബ് 1:3 എടുത്തേ. അവർക്കത് ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷീസ് നോട്ട് ഫീലിംഗ് സോ. അങ്ങനെ അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. നമ്മളെ കേട്ടിട്ട് നമുക്ക് ഹാപ്പി അല്ലല്ല.
ഇത് കേട്ടിട്ട് നമ്മൾ ഹാപ്പിയല്ല, പക്ഷെ അവർ ഹാപ്പിയാണ്. അതെന്താ കാര്യം? അതിന് കാരണമുണ്ട്. യാക്കോബ് 1:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞ യാക്കോബ് 1:3 എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതാണ് ഫിഡലിറ്റി, വിശ്വസ്തത. വിശ്വസ്തതയ്ക്ക് സ്ഥിരവിശ്വാസം എന്ന പേരാണുള്ളത്. എന്താണ് ഫിഡലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിബ്ലിക്കലി സ്പീക്കിംഗ് അതൊരു സ്ഥിര വിശ്വാസമാണ്. വിശ്വാസത്തിന്, കേവല വിശ്വാസത്തിന് കുഴപ്പമുണ്ട്, ഗ്യാപ്പ് ഉണ്ടാവും. ഇന്ന് വിശ്വസിച്ച് നമ്മൾ നാളെ ECG എടുക്കാൻ ചെല്ലുമ്പോൾ പിന്നെ ബ്ലോക്ക് കാണുമ്പോൾ വിശ്വാസം ഉരുകിപ്പോവും. സാധാരണ വിശ്വാസത്തിന് കുഴപ്പം അതാണ്. മനസ്സിലായില്ലേ? സാധാരണ ആൾക്കാർക്കുള്ള വിശ്വാസം, കോമൺ പീപ്പിളിനുള്ള കോമൺ ഫെയ്ത്ത്, ഞാൻ അതിനെ കോമൺ ഫെയ്ത്ത് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉള്ളത് കോമൺ ഫെയ്ത്താണ്, നോട്ട് പെർട്ടിക്കുലർ ഫെയ്ത്ത്. പെർട്ടിക്കുലർ ഫെയ്ത്ത് എന്ന് പറയുന്നത് പെർമനൻറ്റ് ഫെയ്ത്താണ്, സ്ഥിരവിശ്വാസമാണ്. സ്ഥിരവിശ്വാസം ഡോക്ടറല്ല. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ പഠിച്ചതിൽ താഴെ വീണാലും ഇപ്പോൾ പ്രകാരത്തിൽ കൈയും ചൂട്ടി നിൽക്കും. എന്താണ്? കർത്താവ് ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനമല്ലെന്ന്. കാര്യം ദൈവത്താ പഠിപ്പിക്കപ്പെടുന്നു. അവരെല്ലാം 6:45 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? ഒരു വ്യക്തി, അതായത് അവർ തിയോളജി പഠിച്ച് ഈ പ്രകാരത്തിൽ എടുത്ത് ഞങ്ങളെപ്പോലെ തിയോളജി പഠിച്ചിട്ടില്ല, ബൈബിളും ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷേ ഭജനം എന്താ പറയണത്? ബൈബിൾ ക്ലാസ്സിൽ പോയ എല്ലാവരും, ദൈവശാസ്ത്രം പഠിച്ച എല്ലാവരും എന്നല്ല, അവരെല്ലാവരും കോമൺ പീപ്പിളാണ്. എല്ലാവരും ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നോ അവരെല്ലാവരും കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രിയാറ്റിൻ കുറയുന്നില്ല, പ്രഷർ കുറയുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ നീക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ ഓപ്പറേഷൻ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇവരത് സ്ഥിരീകരിക്കണില്ല. ഇവരെന്താണ്? ഐസയ്യ 43:18 അനുസരിച്ചുകൊണ്ട് ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യും. അത് മുളയെടുക്കണം, അവർ അറിയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വചനത്തിൻ്റെ അനുഭവത്തിൽ, ആന്തരിക അനുഭവത്തിൽ ജീവിക്കാൻ. അതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി പൈസക്ക് ഒന്നും പോകുക, അലട്ടൽ സ്വയമായിട്ട് അലട്ടുക ഒന്നുമില്ല. അവർ സ്ഥിരപ്രജ്ഞനെപ്പോലെ ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ. ഒരു കൂളായിട്ട് പോവുകയാണ്. അതിന് പ്രാർത്ഥന, തീഷ്ണമായ പ്രാർത്ഥന. ഇതിനിടയ്ക്ക് വേറെ പരിപാടി. അവർക്ക് മനസ്സിലൊരു കാര്യം മനസ്സിലായി. അവർക്ക് എന്താ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർ ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനമാണ്, പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഈ രോഗികളെ കാണുന്നതിൽ, ഭക്ഷണം കൂടെ കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം റെക്ടിഫൈ ചെയ്യും പാവം. ഒന്ന് ചിന്തിക്കുക, അവിടെ ലിമിറ്റഡ് റിസോഴ്സാണ്. അവിടെ വരുമാനം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അവർ രോഗികളെ പോയി കാണാൻ തുടങ്ങും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുക, അവിടെ ഉള്ളതിൽ നിന്ന് പൈസ കൊടുക്കാൻ തുടങ്ങും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു രോഗികൾക്ക് ആശുപത്രി പോയി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും. പിന്നെ അല്ല, ഇവർ വേറെ പരിപാടിയൊക്കെ ചെയ്യും. ഇവർ ചെയ്യണത്, ഇവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ഇറങ്ങും. അല്ലെങ്കിൽ രോഗികളുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും, വയറിളക്കം തൊട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന പേര് വെട്ടിയിട്ട് ആശുപത്രിയിൽ നിന്ന് അതായത് ഇനി ചികിത്സ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള രോഗിനെ കാണും. കിടക്കയോട് കൂടിയാണ് ആശുപത്രി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ ആ വഴി കൂടി പോകുമ്പോൾ ഈ ചേട്ടനെ കാണും. ചേട്ടനെ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത ചേട്ടനാണ്. ചേട്ടനെ മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് പോയി ഈ ചേട്ടൻ അവരുടെ വീട്ടിലെ അനുവാദത്തോടു കൂടി ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ആ ചേട്ടൻ്റെ വയറിലും മുതുകത്തിലും പുരട്ടി കൊടുക്കും. പിറ്റേ ദിവസം വഴി അതെല്ലാം അവർ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ വന്ന് കട്ടിൽ അവിടെ മുറ്റത്ത് വന്ന് കസേര ഇരിക്കണ കാണാം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒന്ന് നോക്കിയാൽ ഒരു കർത്താവിൻ്റെ ശക്തി വ്യക്തി പ്രവർത്തിക്കണം കണ്ടില്ലേ? ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ധർമ്മസാക്ഷിയാണ് ഇവർ. അതായത് ഇവരുടെ വീട്ടിൽ ആവശ്യത്തിന് കൂടുതൽ പ്രശ്നമുണ്ട്. എന്നിട്ട് അവർ ആ ഉടമ്പടിയുടെ ഇവാഞ്ചലൈസേഷൻ, അതായത് കർത്താവിനെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക എന്നുള്ള ആ ജോലി അവർ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും. അതെന്താ കാര്യം? ഒരു പുതിയ കാര്യം മുന്നെടുക്കാൻ പോകുന്നത് അവർ തിരിച്ചറിയുന്നുള്ളിൽ. അപ്പോൾ ദൈവാത്മാവിനെ പ്രേരിതരായിട്ട് നമുക്കറിയാം. 8:14 എടുത്ത് റോമ 8:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരൊരു ദൈവ പൈതലായി മാറിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുത്തോണ്ടിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസത്ത അതാണ്. എന്താണ്?
മനുഷ്യാത്മാവിനല്ല ദൈവാത്മാവിനെ നയിക്കപ്പെടും. അതുകൊണ്ട് ഈ പപ്പടം വെച്ച് കിട്ടുന്ന കാശിൻ്റെ ബാക്കി എടുത്തിട്ട് മിച്ചം വെച്ചിട്ട് മറ്റു രോഗികളെ പോയി കാണുകയും അതുപോലെ തന്നെ രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ ഉടമ്പടി തൈലം കൊണ്ട് തേച്ച് കർത്താവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മയുടെ കരുതലിനെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. ഇവരാരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ റോമ 8:14 അവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്. ആരാണ് ക്രിസ്ത്യാനി, ആരാണ് അക്രൈസ്തവൻ എന്ന് പറയാൻ പറ്റത്തില്ല. Whomsoever who is led by Holy Spirit is a Christian. ആരാണ് is a son or daughter of God. എന്ന് കഴിഞ്ഞാൽ ആരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ മോക്ഷരാജ്യത്തെ അവകാശമാക്കി തീർക്കുന്ന കൂദാശയാണ്. പക്ഷേ ഈ കൂദാശയുടെ പുറത്ത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അതേസമയം തന്നെ സമാന്തര കൂദാശ നടക്കുന്നുണ്ട്. എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുകയും ആ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി നീ നിൻ്റെ വിശ്വാസത്താൽ സഞ്ചരിക്കുമ്പോൾ ദൈവ പൈതലേ നീ ദൈവ പൈതലാണെന്ന് വചനം പറയുക മാത്രമല്ല, നീ വിശ്വാസത്താൽ സ്നാനം സ്വീകരിച്ച നിത്യരക്ഷയ്ക്ക് അവകാശമായ ദൈവത്തിൻ്റെ പൈതലാണ്. കൈയടിച്ച് നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സ്ത്രീ പിന്നീട് എലിസബത്ത് ബെന്നിയെ കൊണ്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളെ അനസ്തേഷ്യസിനെ കാണാൻ പറയും, കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഒന്ന് ചിന്തിക്കേ, കൗൺസിലിംഗ് എന്തിനാണ് പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ മുമ്പ് അനസ്തേഷ്യസ്റ്റ് ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗ് കൊടുത്തത് എന്താണെന്നറിയാമോ? കൗൺസിലിംഗ് കൊടുത്തത് ഈ മനുഷ്യനെ ഇത് ഓപ്പറേഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി എക്വിപ്ഡ് ആക്കണമല്ലോ, മെൻ്റലി അവരെ ഫിറ്റാക്കണ്ടേ. അതിന് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും. എന്താണ്? ഓപ്പറേഷൻ മുമ്പ് നിങ്ങളുടെ താടി വടിക്കും. മനസ്സിലായാ? ആ കഥ പണ പൊക്കുണ്ടില്ലേ? അല്പം പോലും ഓപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ഇത് മാറണില്ല. ഈ ഇവർ കൊണ്ടുപോയി പ്രേക്ഷ പ്രവർത്തനം ചെയ്തു, രോഗികളെ കണ്ടു, അതുപോലെ പത്രം കൊണ്ട് കൊടുത്തു, ഉടമ്പടി തൈലം തേച്ച് രോഗികളെ സുഖപ്പെടുത്തി. അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാണെങ്കിലും ഓപ്പറേഷൻ മാറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ പഴയ അവസ്ഥ തന്നെ. പഴയ അവസ്ഥ എന്താ പറയണത്? കൗൺസിലിനെ പോയി കാണാൻ പറഞ്ഞു, അനസ്തേഷ്യസിനെ പോയി കാണാം, ബോധം കെടുത്തുന്ന ഡോക്ടറെ പോയി കാണണം, പിന്നെ കൗൺസിലിനെ പോയി കാണണം. കണ്ടപ്പോൾ എന്താ പറയണത്? ഓപ്പറേഷൻ ഉണ്ട്, പക്ഷേ അത് കൗൺസിലിംഗ് വേണം. എന്താണ്? അപ്പോൾ ഡോക്ടർ കൗൺസിൽ ചെയ്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ താടി വടിക്കും ഓപ്പറേഷൻ മുമ്പ്. പിന്നെന്താ പറയണത്? വെന്റിലേറ്റർ ചിലപ്പോൾ ഓഫ് ചെയ്തെന്ന് വരുമെന്ന്. മാതാവേ, ഇപ്പം തന്നെ അറ്റാക്ക് വരുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ ഇവൾ അവിടെ നിന്നും പറയും, എൻ്റെ അമ്മേ, ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കുമോ? അനുവദിക്കത്തില്ലല്ലേ? അവൾ തന്നെ തീരുമാനിക്കും. ഒരു പ്രാർത്ഥന പടം പോക്കണ്ടില്ലേ? ഈ മനുഷ്യർക്ക് എൻ്റെ ഭർത്താവിനെ നെഞ്ച് വെട്ടിപ്പൊളിക്കാൻ നീ അനുവദിക്കരുത്, നീ അനുവദിക്കരുതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും ഡോക്ടറുടെയൊന്നും അനത്യാവശ്യം കേട്ടിട്ട് വേറെ വിടുന്നില്ല. അവരാ പഴയ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താണ്? എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊട്ടിപ്പൊളിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഡോക്ടറിനിടയ്ക്ക് എത്ര ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയും, ഡോക്ടറെ അതുണ്ടാവത്തില്ല, ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് കണ്ട നീ നോക്കിയേ 4 ബ്ലോക്കാണുള്ളത്, മേജർ ബ്ലോക്കാണുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടില്ല സംസാരിക്കേണ്ടത്. ഉടനെ അവർ പറയും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും. പച്ചക്ക് വരെ മുഖത്ത് നോക്കി ഡോക്ടറുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നോക്കിയേ അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയണം 1:4 എടുത്ത്. യാക്കോബ് 1:4. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 1:4. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. അപ്പൊ ഈ സ്ഥിരത എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? ഇത് നമ്മളെ 2 പത്രോസിന്റെ 3:8 വായിക്കേണ്ടതാണ്. വായിച്ചേ. ശ്രുതിക 2 പത്രോസ് 3:8. ശ്രുതികട 2 പത്രോസ് 3:8. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്.
വായിച്ചോളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോമനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, കർത്താവിൻ്റെ സമയം സംപ്രവചനകമായി വരും, നീ ടൈക്ക് ബേഡ് ഓഫ് ഗോഡ് എടുക്കാൻ പറഞ്ഞു. അവർ പുറത്ത് പോയി 9 എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ സംഭവമായ ജനവും വരുമെന്നുള്ള ആ വചനം കിട്ടണില്ല. ഇപ്പോഴും ഞാൻ താഴേക്ക് വായിക്കുമെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ ഉണ്ടെന്ന്. അതിൻ്റെ വചനം എന്താണ്? കർത്താവിൻ്റെ ദിനം വരണത് സംപ്രവചനകമായിട്ട്. ടേക്ക് ദ വേർഡ്, റീഡ് ഇറ്റ് അഗൈൻ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. നമ്മുടെ പ്രതീക്ഷകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രതീക്ഷകളെ അപ്രത്യക്ഷമാകും. നമുക്കൊരു പ്രതീക്ഷയില്ലാ പോലും. ഈ ഒരു പ്രതീക്ഷയില്ലാതെ വരികയും നമ്മളിപ്പോൾ നോക്കിയേ, വീണ്ടും ഡോക്ടർ താടി പഠിക്കാനൊക്കെ അല്ലേ പറയണത്, വെന്റിലേറ്റർ ഓഫാവുന്നൊക്കെയല്ലേ പറയണത്. ഇതാണ് കർത്താവിൻ്റെ ദിനത്തിൻ്റെ അടയാളങ്ങൾ. കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ നിത്യതയാണെന്നും അല്ലെങ്കിൽ ലോകാവസാനമാണെന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ പരൂസ്യ ഉണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ശാപമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. എന്താണ്? കർത്താവ് വരാൻ കാലമായി, കർത്താവിൻ്റെ ദിനം കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇപ്പം നമ്മുടെ ഈ മൂലപദാർത്ഥങ്ങൾ വെന്തിരുകുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോൾ ആകാശം കാണുന്നില്ലെന്നാണ് പറയണത്. ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ. അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു, പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല, നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല, എല്ലാം തീരുകയാണ്. അപ്പോൾ എന്താണ്? കർത്താവിൻ്റെ ടൈം വരികയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണം. അതാണ് ഒന്ന് യാക്കോബിൻ്റെ 1:5 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 1:5. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവൻ അത് ലഭിക്കും. നിങ്ങൾ ഈ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ വചനവേദാണ് യാക്കോബ് 1:5. ഈ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ആ യാക്കോബ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബ് 1:4 വായിച്ചേ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. എല്ലാ കുറവുള്ള സ്ത്രീയാണിത്. ഇതുവരെയൊക്കെ ഓപ്പറേഷൻ മാറ്റിയിട്ടില്ല, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇപ്പോഴും വിശ്വസിക്കണത് എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുമെന്ന് ഇവർക്ക് ജ്ഞാനവരമുണ്ട്. ഇവർക്ക് ജ്ഞാനവരം കിട്ടിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യന് കൊടുക്കുന്നത്. ജ്ഞാനവരം കൊടുക്കും, വിശ്വാസവരം കൊടുക്കും, ഭാഷാവരം കൊടുക്കും, രോഗശാന്തി വരം കൊടുക്കും, എന്തെല്ലാം വരമാണ് സ്ത്രീക്കുള്ളത്. പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പട കച്ചവടമാണ് പരിപാടി ജീവിക്കാൻ വേണ്ടി. പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമൃദ്ധമായ ഒരു ചക്രവർത്തിയായിട്ട് അങ്ങനെ വിലസുകയാണ്. നോക്കിയേ, നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം? ജ്ഞാനവരം വേണം. ഇവൾക്ക് പതർച്ചയില്ല. അപ്പോഴും ഇവൾ പറയണത് ഇല്ല കർത്താവ് ഇതിന് തീരുമാനം ഉണ്ടാക്കും, എനിക്കറിയാം. അപ്പോഴേ നമുക്കറിയാം. ഇതിന് താഴെ ഒരു വചനം കിടക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഈ പൂർണ്ണത എന്ന് പറയണത് ജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇപ്പം എന്ത് സംഭവിക്കുന്നോ, ഒരു വ്യക്തി ഇപ്പോൾ ഈ മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ 4 ബ്ലോക്ക്, മേജർ ബ്ലോക്ക്, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ 4 ബ്ലോക്ക് വെക്കണത്? കിഡ്നി പോയ ആളിന് എന്താ 4 ബ്ലോക്ക് വെക്കണത്? അപ്പോൾ നമുക്ക് നോൺസെൻസ് ആയിട്ട് തോന്നും. അതല്ല, ഈ കിഡ്നി പോയ ആളിന് 4 ബ്ലോക്ക് വെച്ചാലും ഇവളെ കൃപയിലും അവനെ കൃപയിൽ വളർത്താൻ ദൈവത്തിന് കഴിയും. മനസ്സിലായ? അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം. അതിനുള്ള പ്രാപ്തി, ഇവൾ ആരോഗ്യവതിയാണ്, ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് ഉണ്ട്. എന്താ? അതുകൊണ്ടാണ് അവൾ വിട്ടുകൊടുക്കുക. ഡോക്ടറിൻ്റെ വാക്കിന് അമ്പിനും ബില്ലും അടുക്കാതെ ഒറ്റ നിപ്പ് നിൽക്കുന്നത് എന്താണ്? അത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനം 103:7 എന്താ പറയണത്? കർത്താവ് ഇസ്രായേലിന് തൻ്റെ പ്രവർത്തികളും പറഞ്ഞേ, കർത്താവ് ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളും മോശയ്ക്ക് തന്റെ വഴികളും കാണിച്ചു. അപ്പൊ കർത്താവ് 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മനുഷ്യരാശിയോട്. എന്താണ്? ഒന്ന്, ഇസ്രായേലിന്
ഒരു വ്യക്തി ഇസ്രയേലാണെങ്കിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും. പക്ഷേ ദൈവം അവരോട് ജനറലായിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല. അതിന് പ്രത്യേക അഭിഷേകം വേണം, പ്രത്യേക വിളി വേണം, പ്രത്യേക സാധാരണ കോമൺ ഫെയ്ത്തിൽ നിന്ന് ഫിഡലിറ്റിയിലേക്ക് മാറണം, പെർസെവറിങ് ഫെയ്ത്ത് ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം. ഇവർക്ക് സ്ഥിരതയുള്ള ആളാണ്. ആ സ്ഥിരതയുള്ള ആളായതുകൊണ്ട് അവൾക്ക് എന്താ പറയണത്? അതിനുള്ള വഴികൾ. സങ്കീർത്തനം 3:103 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തന്റെ വഴികൾ, അവിടുന്ന് തന്റെ വഴികള് മോശയ്ക്കും പ്രവൃത്തികള് ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി. അപ്പൊ എന്താണ് ചെയ്യണത്? ഇവിടെ എന്താ സംഭവിക്കുക? എന്താണ് സംഭവം? 4 ബ്ലോക്ക്. അതാണ് സംഭവം, അതാണ് പ്രവൃത്തി എന്ന് പറയണത്. എന്തിനാണ്? അതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാർക്കാണ് വെളിപ്പെടുത്തുന്നത്? സ്ഥിരതയുള്ളവർക്ക്. ആർക്ക്? കോമൺ ഫെയ്ത്തിനല്ല, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക്. ഇപ്പോൾ ലാസർ മരിച്ചില്ലേ? ലാസർ മരിച്ചു രോഗിയാണെന്ന് വന്ന് പറയും. ബെത്ലഹേമിൽ വന്ന് പറയും. ബെത്ലഹേമിൽ പോയി, ബെഥനിയിൽ നിന്ന് ഈശോ ബെത്ലഹേമിൽ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസർ രോഗിയാകുമ്പോൾ അവിടുത്തെ മാർത്ത 2 പേരെ പറഞ്ഞു വിട്ടിട്ട് പറയും, ഗുരുവിനെ പോയി കാണണം, ലാസറിൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ, രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്രോസ് ചോദിക്കും, അവരെന്നാ ബെഥനിയിൽ നിന്ന് വന്നത്? അവിടെ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത്, ഇപ്പോഴെന്തിനാ അവരെ വിളിക്കാമെന്നാണ്? വീട്ടിൽ നമ്മൾ കല്ലെറിക്കൊള്ളാൻ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശം, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, എന്തിനാ അവൻ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് പത്രോസ് വല്ലാത്ത രീതിയിൽ കയർക്കുമ്പോൾ ഈശോ പറയും, നമ്മുടെ ലാസർ മരിച്ചു പോയെന്ന് പറയും. രോഗവിവരം പറയാനാണ് വന്നത്. പക്ഷെ അതിലൂടെ അയാൾ മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയും, ലാസർ മരിച്ചുപോയി. എന്നിട്ട് ഈശോ പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? ഈ രോഗം മരണകാരണമല്ല. എന്താണ് പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ്. അതാണ് ജ്ഞാനമെന്ന് പറയണത്. രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതേസമയം തന്നെ എന്തിനാണത് വന്നിരിക്കുന്നത്? അതാണ് വഴിയെന്ന് പറയണത്. അതിന് യാക്കോബ് ജ്ഞാനമെന്നാണ് പറയണത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ, അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മുടിയിൽ പോയല്ലോ, പിന്നെ ഞാൻ തോറ്റുപോയല്ലോ, ഉടമ്പടി എടുത്തിട്ടും ആ കല്യാണം വന്നത് പോയല്ലോ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അപകടം വന്നല്ലോ, ഇങ്ങനെ എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തിൽ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ് ഇപ്പോഴും. നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല. ദൈവം നിങ്ങളെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലല്ല, ദൈവം ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലാണ്, ജ്ഞാനപരത്തിലല്ല. പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന്. അതുകൊണ്ടാണ് 2 പത്രോസിൻ്റെ 1:19 3:18 വായിച്ചത്. നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകാൻ വേണ്ടിയാണ്. ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണതയെന്ന് നമ്മൾ നേരത്തെ വായിച്ചത്, കർത്താവിൻ്റെ പുസ്തകത്തിലെ യാക്കോബ് 1:3 വായിച്ചത്. ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാക്കോബ് 1:5 ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം 107:3 കർത്താവിൻ്റെ വഴികളെന്ന് പറയുന്നത്. എൻ്റെ ദൈവ പൈതലേ, ആധ്യാത്മികമായി യാത്ര 1 by 1 ആയിട്ടൊരു ദൈവത്തിലേക്കുള്ള വളർച്ചയാണ്. ഈ വളർച്ച എന്ന് പറയുന്നത്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്രീറ്റിനേക്കാളും വരദാനങ്ങളുടെ ധ്യാനത്തെക്കാളും അതുപോലെ തന്നെ തപസ് ധ്യാനത്തെക്കാളും ആന്തരിക സൗഖ്യ ധ്യാനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ധ്യാനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പിന്നെ ഈ ദൈവ പൈതലെ ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും. ഓപ്പറേഷൻ ഡേറ്റ് തലേ ദിവസം ചെല്ലും. ഇപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല, ഓപ്പറേഷൻ ഫിക്സ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം. ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും, ഡോക്ടറെ ഒന്ന് നോക്കുക. അപ്പോഴും പറയും, ഞാൻ ഉടമ്പടി എടുത്താണ്, അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല, ഒന്ന് നോക്കുക. എന്ത് നോക്കണമെന്നാണ് പറയണത്? നേരത്തെ ആൻജിയോഗ്രാം ചെയ്തിട്ടില്ലേ, അതിൻ്റെ CD കയ്യിലുണ്ട്, അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, ഒന്ന് നോക്കുക. ഇതെന്തൊരു ജ്ഞാനമാണെന്ന് നോക്കിയേ. അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ CD കമ്പ്യൂട്ടറിലിടുമ്പോൾ ഇവരൊരു പ്രാർത്ഥിക്കും, അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ, പ്രൈസ് ദി ലോർഡ്, അമ്മയെ ചില്ലും പൊളിച്ച് കൃപാസനത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നെ അമ്മേ, എനിക്ക് ആരുമില്ല അമ്മേ എന്ന് പറയുമ്പോൾ ഒരു കുഴുക്കം കേൾക്കും. ഇവർ നോക്കുമ്പോൾ കൃപാസനം മാതാവ് കമ്പ്യൂട്ടർ എടുത്ത് നിൽക്കും. ഞങ്ങളുടെ കൂടെ